ഹലോ ഗൈസ്, ഇന്നത്തെ വ്ളോഗ് ഒരു സ്പെഷ്യൽ വണ്ണാണ്. ഞങ്ങളിന്ന് കുവൈറ്റിൽ നിന്ന് നാട്ടിലേക്ക് പോവുകയാണ്. സൗദി വഴിയാണ് പോണത്. അപ്പോൾ ഇതൊരു മെമ്മറി വ്ളോഗുമാണ്, പ്ലസ് ഒരു ഇൻഫോർമേറ്റീവ് വ്ളോഗുമാണ്. നമ്മളോട് ആദ്യം എത്താൻ പറഞ്ഞിട്ടുള്ളത് മിഷ്രിഫ് ഫെയർ ഗ്രൗണ്ടിലാണ്. ഞങ്ങളിവിടെ ഹോൾ 8 എന്ന് എഴുതി എൻ്റെ ഫ്രണ്ടിലാണ് വന്നത്. പക്ഷേ ഇവിടെ അല്ല, കുറച്ചും കൂടിയും റൈറ്റ് പോയി എൻഡിലാണെന്നാണ്. റെജി അവിടെ പോയി നോക്കിയിട്ട് പറഞ്ഞു. റെജി ഇവിടെ ഇത് പിടിച്ചുകൊണ്ടിരിക്കട്ടെ, അതാട്ടെ റെജിനെ കാണാത്ത. സൗദി വഴിയാണ് പോണത്. അത് കാരണം എക്സൈറ്റ്മെന്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എക്സൈറ്റ്മെന്റ് ഉണ്ട്, ടെൻഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ടെൻഷനും ഉണ്ട്. അല്ലേ റിജെ? ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ മൊത്തത്തിലൊരു ഇരുട്ട് പോലൊക്കെ തോന്നാം, ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടിരിക്കണ കാരണേ. അപ്പോൾ അറിയില്ല. ഇവിടെ ഇപ്പം മിഷ്രിഫിലാണ് ഞങ്ങളുള്ളത്. മിഷ്രിഫിൽ നിന്ന് ബസ് ഒരു 2:15 പുലർച്ചെ 2:15 എടുക്കുക. അപ്പോൾ നമ്മളോട് 9:30ക്ക് ശേഷം ചെക്ക് ഇൻ ചെയ്യാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. 2:30 ബസ് എടുക്കുക. ഇവിടുന്ന് ആണ് അൽ ഖൈസുമയോ അൽ കുസീമ. ഇവിടുന്ന് അൽ കുസീമ എയർപോർട്ടിലേക്ക് ബസ്സിൽ പോകും. അൽ കുസീമ എയർപോർട്ടിലേക്ക് ബസ്സിന് പോകും. പിന്നെ അവിടെ നിന്നാണ് ഡയറക്റ്റ് ഫ്ലൈറ്റ് കൊച്ചിയിലേക്കുള്ളത്. ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. കഴിഞ്ഞിട്ട് ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ജ്യൂസ്, സീസി ചപ്പും ജ്യൂസ് സലാഡ്, സാൻഡ്വിച്ചൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മളിവിടെ മിഷ്രിഫ് ഫെയർ ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്നാണ് നമ്മളെ ബസ്സിൽ കൊണ്ടുപോവുക. സംഭവം പുറത്ത് വരുന്നുണ്ടല്ലേ? അത് എയർപോർട്ടൊന്നല്ല കേട്ടോ, അതൊരു വാക്സിനേഷൻ സെന്ററാണ്. ഇവിടെ നല്ല തിരക്കുണ്ട്. നമ്മളൊക്കെ സമയം കുറെ ടൈം എടുക്കും. 2 മണിക്കൊക്കെയാണ് ബസ്. പക്ഷെ ഇപ്പൊ കൈറോ ഈജിപ്തിലേക്ക് പോണവരെ തിരക്കുണ്ട്. സോ അവര് പോയി കഴിഞ്ഞാൽ നമ്മളെ ചാലും ആവും. അത് കഴിഞ്ഞാ ഹിന്ദു ട്രാവൽസുകാരുണ്ട്. സോ അവരാണ് ഇത് ചാർട്ടേഡ് എടുത്തിട്ടുള്ളത്. അതോ അവരെ എന്താണെന്ന് എനിക്കറിയില്ല. അവരുണ്ട്. അപ്പൊ അവര് പറഞ്ഞു നിങ്ങൾക്കുള്ള ഫുഡ് ഇവിടെ പ്രൊവൈഡ് ചെയ്യും, ഫുഡ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഫുഡും ഉണ്ട്. പിന്നെ അതുപോലെ ഇവിടെ 2 ജസീറയുടെ തന്നെ കഫേയും ഒരു സാൻഡ്വിച്ച് കിട്ടുന്ന സ്ഥലമുണ്ട്. ഓൾറെഡി അവർ ഫുഡും തരുന്നുണ്ട് ഫ്രീ ആയിട്ട്. അത് ഫ്രീ ആയിട്ടായിരിക്കും. സോ അത് കിട്ടിയതിനു ശേഷം പറയാം എന്താണ് ഫുഡ് എന്നുള്ളത്. ചിലപ്പോ അപ്പൊ അങ്ങനത്തെ ഒരു ഭാരം ഉണ്ട്. ഫുഡ് ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് എക്സ്ട്രാ ഇപ്പൊ ഇത് ബസ്സിലും പോയി അതും കഴിഞ്ഞ് ഫ്ലൈറ്റിലും കയറണ്ട. അപ്പൊ അത് തികഞ്ഞില്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ വാങ്ങിച്ചാൽ മതി എന്ന് എനിക്ക് തോന്നണം. ഇപ്പം ആക്ച്വലി നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല, സൈറൻ അടിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഇവിടെ വന്നിരുന്നിട്ട് സൈറനൊക്കെ കേൾക്കുമ്പോ ചെറിയ ടെൻഷൻ ഉണ്ട്. ഞങ്ങളിവിടെ സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. ഇപ്പൊ ടൈം 11:20. ആക്ച്വലി ഇത്ര നേരത്തെ വരേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു. നമ്മളോട് 10 മണിയാണ് ടൈം പറഞ്ഞത്. 10 മണിയല്ല, 9:30 അല്ല റിജെ? 9:30 പറഞ്ഞുകൊണ്ട് ഇനി ഇവിടെ എങ്ങനെയാ പോണെന്നൊന്നും കറക്റ്റ് അറിയില്ലല്ലോ. അത് കാരണം നമ്മൾ നേരത്തെ വന്നു. 2:15 ബസ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എന്താണ് കറക്റ്റ് അറിയാത്തതുകൊണ്ട് ഞങ്ങൾ നേരത്തെ പോകുന്നു. പിന്നെ കുഴപ്പമില്ല, ഫുഡൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം. പിന്നെ 2 സിനിമ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. റെജി ഫുള്ള് ഉറക്കം വന്നിരിക്കുക. 3 ദിവസമായി ഉറങ്ങിയിട്ടുണ്ട്. അതാണ് വിരലിൽ കാണിച്ചത്. 3 ദിവസമായി ഉറങ്ങി. മഫ്, ഒരു മെസ്സേജ് വെച്ചിട്ടുള്ള സാൻഡ്വിച്ച്, ഇതും ഒരു സാൻഡ്വിച്ച്, വെള്ളം, KDD, പിന്നെ ഇത് എന്റെ പേരൊന്നൊക്കെ അറിയില്ല. ഇത് ഒരു ചിക്കൻ സാൻഡ്വിച്ച് എന്ന് തോന്നിട്ടുണ്ട്. കൊള്ളാം 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 കൊള്ളാം. താങ്ക് യു അൽഹിന്ദ്. താങ്ക് യു ഗൈസ്. അൽഹിന്ദിന്റെ നല്ലൊരു ഇതാണ് ഇത്. നല്ലൊരു ഇതാണ്. കണ്ട കുറെ ഉണ്ടായിരുന്നിട്ടാ നമ്മള് കണ്ട്. നല്ല തിന്ന് എമ്മി.
ഇഷ്ടായി. നല്ലൊരു ഇതാണ്. താങ്ക് യു. ബസ്സിലേക്ക് പോകണം. നിർത്തിയിട്ട് നമുക്ക് എടുക്കും. അവർക്ക് പറഞ്ഞു ഞങ്ങൾ ബ്ലോക്ക് പോലെ ഫുഡ് പിടിച്ചിട്ട് പോയിട്ടോ. കയറാൻ പറ്റുന്ന ഇനി ഇവിടെ ആളുണ്ടോ? അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്തിട്ടുള്ള ബാക്കി ബസ് വീട്ടിൽ കൊണ്ടുപോകാൻ. കയ്യവിടെ ഞങ്ങളിപ്പോ ബോർഡറാന്ന് തോന്നുന്നു. ബോർഡറിൽ വന്നു. അപ്പോൾ ഒരു 1/4 മണിക്കൂർ മേലെ ഇവിടെ തന്നെയായിരുന്നു. ഇവിടെ എക്സിറ്റ് ആയി എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ, നമ്മുടെ സിവിൽ ഐ ഡി കാണിച്ചിട്ട് എക്സിറ്റ് ആയി എന്ന് പറഞ്ഞൊരു പേപ്പർ അവർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. പിന്നെ വാഷ്റൂം പോകേണ്ടവർക്ക് വാഷ്റൂം പോവാം, അങ്ങനെയായിട്ട്. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെയാണ് കിട്ടിയത്. അപ്പം ഞങ്ങൾ വീണ്ടും സ്റ്റാർട്ടായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി എയർപോർട്ടിൽ പോയിട്ട് ബാക്കി അറിയാം. ഞങ്ങളിപ്പോൾ സൗദി ബോർഡർ, അതായത് സൗദിയിലേക്ക് കടന്നു അല്ലേ റിജി? കടന്നു. ഇപ്പോൾ ഇവിടെ പാസ്പോർട്ട് പാസഞ്ചേഴ്സ് സെക്ഷനൊക്കെ കാണുന്നുണ്ട്. അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ B2 ബസ്സാണ്. B1 ബസ്സിലെ ആൾക്കാർ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അതെന്താണെന്ന് കറക്റ്റ് ഡീറ്റെയിൽസ് അറിയില്ല. അപ്പം ഞങ്ങളെ വന്നാലേ ഞങ്ങൾക്ക് കറക്റ്റ് അറിയുള്ളൂ. അപ്പോൾ അത് ഞാൻ പോയി വന്നതിന് ശേഷം പറഞ്ഞുതരാം. അപ്പോൾ ആക്ച്വലി സൗദി ബോർഡർ കടന്നു, ജസ്റ്റ് കടന്നുള്ളൂ. അപ്പോഴത്തേനും നമുക്ക് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനുള്ള വെയിറ്റിങ്ങിനാണ്. നല്ല ഉറക്കം. ഞാൻ നന്നായി ഉറങ്ങി. നീയോ? ഞാൻ നന്നായിട്ട് ഉറങ്ങി, പക്ഷെ നല്ല ഉറക്കം വരുന്നുണ്ട്. സ്റ്റിൽ വെയിറ്റിംഗ്. ഇപ്പം ടൈം എത്രയാണ് റേജ്? 6:07. നമ്മളവിടുന്ന് പുറപ്പെട്ട് 2:15. ഇപ്പോൾ 6:07. ഇപ്പോൾ ഇവിടെ 2 മണിക്കൂറോളമായി. ഇപ്പോൾ 8 മണിയായി. അയ്യോ, ഉറങ്ങി വയ്യട്ടെ. ഉറക്കം ശരിയാവണില്ല. അങ്ങനെ അപ്പം നമ്മൾ ഇപ്പോഴും വെയിറ്റിങ്ങിലാണ്. കയറാൻ പറ്റിയിട്ടില്ല. വാഷ്റൂമിലേക്ക് വന്നിരിക്കുകയാണ്. കുറേ നേരമായി വെയിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ടൈം 8:37. കുറേ ടൈമായി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. കുറേയൊക്കെ ബസ്സിലിരുന്ന് ഉറങ്ങി മീൻസ് പ്രോപ്പറായിട്ടൊന്നും ഉറക്കം കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ പോയി. ഇപ്പോഴും അവർ ഓരോ ബസ് വൈസാണ് വിളിക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മളെ ബസ് നമ്പർ 2 ആണ്. അടുത്തത് വിളിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ ഇനി അടുത്തത് എയർപോർട്ടിലേക്കായിരിക്കും ഇൻഷാ അള്ളാ. ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആണ്. ഓറഞ്ച് കളർ അവിടുന്ന് എടുത്ത ഉടനെ തന്നെ ജസ്റ്റ് 5 മിനിറ്റ് ഡിഫറൻസിൽ ഒരു ബാക്ക് ചെക്കിങ് ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാരോടും ഇറങ്ങാം. ബെസ്റ്റ് കറക്റ്റ് അറിയില്ല തുറന്നില്ല. സെക്ഷനിലേക്ക് കൊണ്ടുപോയിരുത്തിയിട്ട് അവിടെ ഇരിക്കാൻ പറയും. ബസ്സിൽ മാത്രം വന്നിട്ട് ഇവര് ലഗേജ് ഒക്കെ പുറത്തിറക്കി വെച്ചിട്ട് ബസ് കംപ്ലീറ്റ് ചെക്ക് ചെയ്യുന്നുണ്ട്. അതിനൊരു ഒരു മണിക്കൂർ അരമണിക്കൂർ സമയം എടുത്തു. ഇപ്പൊ 11:15 ഞങ്ങൾ 11:15 ഇപ്പൊ 11:17 ഇപ്പോഴാണ് ബസ് ഇവിടെ നിന്ന് എടുത്തിട്ടുള്ളത്. ആക്ച്വലി 11:55 എങ്ങാണ്ടാണ് ബോർഡിംഗ് പാസിൽ എഴുതിയിട്ടുണ്ടായിരുന്ന ഫ്ലൈറ്റ് ടൈം. ഇനിയിപ്പോൾ എന്താണെന്നൊന്നും അറിയില്ല. ഇവിടുന്ന് ഒരു 1 hour 28 minutes എങ്ങാണ്ട് ഉണ്ട് എയർപോർട്ടിലേക്ക്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഫ്ലൈറ്റ് ഡീറ്റെയിൽസ് എന്ന് അറിയില്ല, നോക്കാം ഇൻഷാ അള്ളാ. അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ ഒരു പുകച്ച മണം, ഐ മീൻ സ്മോക്ക് ചെയ്തൊരു മണമുണ്ട്. എല്ലാവർക്കും ഒരു ചുമച്ച് നിൽക്കുന്ന പോലത്തെ ഒരു ഫീല്, ഒരു അസ്വസ്ഥത. അപ്പോൾ ഓക്കെ ശരി, പോയിട്ട് കാണാം. ഞങ്ങൾ ഇടക്ക് അൽ ഹിന്ദ് തന്ന ഫുഡൊക്കെ കഴിച്ചു. അതൊക്കെ ഉണ്ടായോണ്ട് ഒരു അൽഹംദുലില്ലാ. ഇനി എയർപോർട്ടിൽ പോയ ഫുഡ് ഉണ്ടായ ഭാഗ്യം. ഇൻഷാ അള്ളാ നോക്കണം. അല്ല, നിന്റെ പേര് എനർജിയാ. എന്താ ഞാൻ ഫുള്ള് എനർജിയാണ്. എനർജി രഹസ്യം എന്താ അറിയുന്നു? പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യട്ടെ, അത് അവർ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മണിക്കൂറല്ലേ? മെഡിക്കൽ സ്റ്റുഡൻറ്, ഇലക്ട്രിക് എഞ്ചിനീയർ. തിരികെ പോകണ്ടേ? ജിബാല അറബിക് കൺട്രിയിലെ ജിബാല. അൽഹംദുലില്ലാ എയർപോർട്ടിലെത്തി. അതെ അതെ, ഫ്ലൈറ്റ് അത്രയും ആൾക്കാർ ഇങ്ങനെ കാര്യങ്ങളുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷേ നമ്മളെ ബോർഡർ കഴിഞ്ഞിട്ട് ഇവരെ ബോർഡറിൽ കിടക്കുമ്പോൾ സ്റ്റാഫൊക്കെ ഭയങ്കര കുറവാണ്. 1-2 സ്റ്റാഫാണ് അത്രയും വരുന്ന റഷ്യയിലെ ആൾക്കാരെ ഡീൽ ചെയ്യാനുള്ളത്. അപ്പോൾ കഴിയില്ല. ഈ 10:15 പറഞ്ഞ ഫ്ലൈറ്റാണ്. ഇവിടെ എല്ലാവർക്കും ഫ്ലൈറ്റ് എടുക്കാൻ പറ്റില്ല, ചാർട്ടേഡ് ഫ്ലൈറ്റ് ആയതുകൊണ്ട്. നമ്മളെത്തിയത് ഇപ്പോൾ 1:30 മണിക്ക്. 10:15 പറഞ്ഞ ഫ്ലൈറ്റ് ഇവിടുത്തെ 1:30 മണിക്ക് എത്തിയത്. നാട്ടിൽ 4 മണിക്ക്. നാട്ടിലത്തെ 6 മണിക്ക് എത്തുന്ന ആൾ നമ്മളിഞ്ഞ് നാട്ടിലത്തെ ഒരു 11-11:30 എത്തുള്ളൂ തോന്നുന്നത്. അപ്പോഴും എത്തുമെന്ന് അറിയില്ല, കാരണം ഇപ്പോഴും ഇനി ബസ് വരാനാണ്. നമ്മൾ 4 ബസ്സിലാണ് വന്നിട്ടുള്ളത്. ഇവിടൊക്കെ എത്തിയപ്പോൾ സ്പീഡാണ്, ചെക്കിന് സ്പീഡായിരുന്നു. കുവൈറ്റിന്റെ ബോർഡർ കടന്ന് സൗദിയിൽ എൻ്റർ ചെയ്ത കുറച്ച് സെക്ഷൻസ് ഉണ്ട്, അവിടെ ഭയങ്കര ലാഗായിരുന്നു. ഓരോ ബസ് കഴിഞ്ഞിട്ട് വരണ്ടേ, അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ ബസ് വൈസാണ് ഓരോ കാര്യങ്ങൾ ഇതാക്കി വരുന്നത്. ഇപ്പോൾ ബയോമെട്രിക് ചെയ്യുന്നതായാലും ഒക്കെ ആയാലും. അപ്പോൾ 4th ബസ്സൊക്കെ ഏറ്റവും ലാസ്റ്റാണ്. അപ്പോൾ അതൊക്കെ അവരൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മൾ ഫ്ലൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് ടൈമിംഗ് ഒന്നും അവർ പറഞ്ഞിട്ടില്ല. ഇൻഷാ അള്ളാ നോക്കാം. ഡിലേ ആണ് സത്യത്തിൽ. ഇവിടെ ഇപ്പോൾ ഫുഡൊന്നും കാണുന്നില്ല, ഫുഡ് വിശക്കുന്നുണ്ട്. വെള്ളം കാണുന്നുണ്ട്, വാഷ്റൂമും ഉണ്ട്.
ഇവിടെ അങ്ങനെ ഫുഡൊന്നും ഇല്ലല്ലേ രുചി? പ്രത്യേക ഇൻഫർമേഷൻ കൊടുത്തോ? എയർപോർട്ടിൽ ഫുഡും കാര്യങ്ങളൊന്നും ഇല്ല. കസീമ എയർപോർട്ടിൽ ആകെ നിങ്ങൾക്ക് സാൻഡ്വിച്ച് സോറി ക്രോയിസെന്റ് കിട്ടും. അതുമാതിരി ചായ ഫുള്ളില്ല. ക്രോയിസെന്റും ഇതുപോലത്തെ സാധനം കിട്ടും. എല്ലാം ക്രോയിസെന്റ് കിട്ടും. ഇതേ ഉള്ളൂ കേട്ടോ എയർപോർട്ടിൽ. വേറെ വീട്ടിൽ ഫുഡും ഇല്ല. അപ്പോൾ പറയുന്നത് ഫുഡൊക്കെ കഴിച്ചതിന് മുന്നേ ഫുഡ് മേടിച്ച് വെച്ച് കഴിക്കുക. നമ്മളെ മിഷരിഫിൽ ഫുഡ് ഉണ്ടായിരുന്നു, ആ ഫുഡ് മേടിക്കുക. അല്ലെങ്കിൽ നാട്ടിൽ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഫുഡ് മേടിച്ച് ക്യാപ്സിൻ എന്തെങ്കിലും മേടിച്ച് സ്റ്റോർ ചെയ്ത് വെച്ചാൽ ഫുഡ് എയർപോർട്ടിൽ ഫുഡല്ല. എയർപോർട്ട് ആലോചിച്ചിരിക്കട്ടെ കേട്ടോ. അതിന് നല്ലത് എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ എവിടെയാണ് താമസിക്കുന്നത് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇപ്പോൾ ക്യാപ്സിയോ അങ്ങനെ പെട്ടെന്ന് ആശാത്ത സാധനങ്ങൾ മേടിച്ച് സ്റ്റോർ ചെയ്യുന്നത് നല്ലത്. പിറ്റേ ദിവസം വരെ രാത്രി നല്ല ഫുഡ് അടിച്ച് ഇറങ്ങാൻ എന്നിട്ട് മേടിച്ച് സ്റ്റോർ ചെയ്യാൻ. പിറ്റേ ദിവസം ഒരു സാധനം മേടിച്ച് സ്റ്റോർ ചെയ്ത് ബാഗിൽ വെക്കുക. ഇവിടുന്ന് ഒന്നും കിട്ടാല്ല. ഫൈനലി നമ്മൾ കേറാൻ പോണു അല്ലേ റിജി? I will try. അങ്ങനെ അതന്നെയാണോ ഫ്ലൈറ്റ്? ഇവിടെ ഒരു ഫ്ലൈറ്റ് കിടക്കുന്നുണ്ട്. ഇല്ല. അങ്ങനെ അൽഹംദുലില്ലാ നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ 3:30 ആവാൻ പോകുന്നു. എപ്പോഴാണ് ഫ്ലൈറ്റ് എടുക്കുന്നതെന്നൊന്നും അറിയില്ല. എന്തായാലും നമ്മളിവിടെ എയർപോർട്ട് എത്തിയത് ഒരു 1 മണിയൊക്കെ ആവുന്ന സമയത്താണ്. 1:30 ആകുമ്പോഴത്തേനും നമ്മുടെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 3:30 ആവാൻ പോകുന്നു. ഓൾമോസ്റ്റ് ഒരു ദിവസം ആവാനായി ട്രാവൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇന്നലെ 9:30 ആകുമ്പോഴത്തേനും എത്തിയതാണ് നമ്മൾ. ഇന്ന് 3:30 ആയി. അങ്ങനെയായി. ഫുഡും കുറച്ച് പ്രശ്നമാണ്. ഫുഡ് ഈ ഫ്ലൈറ്റിൽ ഓൾറെഡി ഫുഡ് ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ എയർപോർട്ടിൽ നമുക്ക് ഫുഡ് കിട്ടിയിട്ടില്ല മീൻസ് അവിടെ റെസ്റ്റോറൻറ്റ്സ് ഇല്ല. ഡൊമസ്റ്റിക് എയർപോർട്ട് ആയതുകൊണ്ട് നമുക്ക് ഫുഡ് അവിടെ ഉണ്ടാവില്ല, റെസ്റ്റോറൻറ്റ്സ് ഉണ്ടാവില്ല. അങ്ങനെയാണ് അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു. എനിക്ക് അങ്ങനെ കറക്റ്റ് ഡീറ്റെയിൽസ് അറിയില്ല. അപ്പോൾ അത് കാരണം ഫുഡും കിട്ടിയിട്ടില്ല. ഫ്ലൈറ്റിൽ നിന്ന് വാങ്ങാമെന്ന് വിചാരിക്കുന്നു ഇൻഷാ അല്ലാഹ്. നെക്സ്റ്റ് ഇനി വരുന്ന ഒരു പ്ലാൻ ചെയ്യുന്ന ഒരു ഫുഡ് നന്നായി കയ്യിൽ കരുതാൻ വേണ്ടി ശ്രമിക്കുക. മെയിനായിട്ട് ഫുഡിനാണ് ഷോർട്ടേജ്. ബാക്കിയെല്ലാം അൽഹംദുലില്ലാ ഓക്കെയാണ്. ഡിലേ ആവുന്നതൊക്കെ ഓക്കെ സമ്മതിച്ചു. ബട്ട് അറ്റ്ലീസ്റ്റ് ഫുഡ് ഉണ്ടെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. നമുക്ക് അത് കോപ്പപ്പ് ചെയ്ത് പോകാൻ പറ്റും. പക്ഷേ ഫുഡ് എല്ലാവരും കയ്യിൽ നല്ലോണം കരുതുക. ബസ്സിൽ ട്രാവൽ ചെയ്യണം. പിന്നെ ട്രാവൽ ചെയ്ത് വന്ന് എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിനും പിന്നെ ഫ്ലൈറ്റിലും അപ്പോൾ ഫുഡ് ജസീറ എയർവേസ് ആണെങ്കിൽ ഫുഡ് ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ മൈൻഡിൽ വെച്ചിട്ട് ഫുഡെല്ലാം കയ്യിലെടുത്തിട്ട് വരാം. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഓക്കെ. ഇപ്പം അൽഹംദുലില്ലാ ഹാപ്പി ആയിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ ഒരു ടെൻഷൻ. അവിടെ എത്തിയാലാണ്, നാട്ടിലെത്തിയാലാണ് ഞങ്ങൾക്ക് കംപ്ലീറ്റ് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഫീൽ ചെയ്യുള്ളൂ. ഇപ്പോഴും അങ്ങോട്ട് ടെൻഷൻ അങ്ങോട്ട് ഫുള്ളായിട്ട് മാറിയിട്ടില്ല. ഇവിടുന്ന് നോക്കുമ്പോൾ ആ സൈഡിലൊക്കെ ഡ്രോൺസും ഇതൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഫ്ലൈറ്റ്സ് ഒന്നും ഇല്ല. ആകെ ഒരു ഫ്ലൈറ്റേ ഇവിടെ ഉള്ളൂ. അത് ഈ ജസീറ എയർവേസ് മാത്രമാണ്. അപ്പം അതിലാണ് ഇപ്പം നമ്മൾ പോണത്. അങ്ങനെ ഇതൊരു ചെറിയ എയർപോർട്ടാണ്. അൽ ഖുസൈമ എയർപോർട്ട് എന്ന് പറഞ്ഞിട്ട് ബോർഡറിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു എയർപോർട്ടാണ് സൗദിയിൽ എന്നുള്ള. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിലുള്ളൊരു ഡീറ്റെയിൽസ്. നമ്മൾ ഗോൾഡൻ ഗേറ്റ് ട്രാവൽസ് എന്നുള്ള ട്രാവൽസ് വഴിയാണ് ബുക്ക് ചെയ്തത്. സോ അവർ ഇതിൽ ചിത്രം കൊടുത്തായിരിക്കും. അവർ വഴിയാണ് ബുക്ക് ചെയ്തത്. എന്നെ അറിയുന്ന ആൾക്കാരാണോ ഓൾറെഡി. ഞങ്ങളെ കമ്പനിയുടെ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യുന്നവരാണോ, നല്ല ആൾക്കാരാണ്. നമ്മൾ എപ്പോൾ പറഞ്ഞാലും അവൈലബിളായി വരികയും അതുപോലെ എന്ത് സംശയം ചോദിച്ചാലും എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്ത് വിളിച്ചാലും റെസ്പോണ്ട് ചെയ്യുന്നതാണ് ഗോൾഡൻ ഗേറ്റ് ട്രാവൽസ്. നല്ല ട്രാവൽസ് അവരാണ് നമുക്ക് സെറ്റ് ചെയ്ത് തന്നത്. അതിപ്പോഴും കൂടി എനിക്ക് കുറച്ച് മുന്നേ വരെ എന്തായി എത്തിയോ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ സർവീസ് അടിപൊളിയാണ് ഗോൾഡൻ ഗേറ്റ് ട്രാവൽസ്. ഇവരിവിടെ കാർഡ് എടുക്കുമെന്നുള്ള കറക്റ്റ് അറിയില്ല. ഞങ്ങളിൽ കാർഡ് ക്യാഷുള്ള
അപ്പോ നോക്കണം. വിശക്കുന്നുണ്ട്. വിശന്നിട്ട് ഒരാൾ ഫോട്ടോ ആയത്, വിശന്നിട്ട് ഒരാൾ ഫോട്ടോ എങ്ങനെയാ അല്ലേ? എനർജി മോൻ. ഓ ഞങ്ങൾക്കൊരു എനർജി മോനെ കിട്ടി. എനർജി മോനെ കാണിച്ചിട്ടുണ്ടാവും. ഒരു മാംഗ്ലൂരുള്ളൊരു ഫ്രണ്ടിനെ കിട്ടി. പിന്നൊരു ചെന്നൈയിലുള്ള ഫ്രണ്ടിനെ കിട്ടി. أيضا على امتداد أرضية الممرات تربط أحزمة مقاعدكم وتشكل എല്ലാരും ദുആ ചെയ്യാം. സാധനമുള്ളത്